ലോകം ആശങ്കയോടെയും പ്രതീക്ഷയോടെയും കണ്ട ഇറാൻ അമേരിക്ക ചർച്ചയ്ക്കാണ് ഒമാൻ വേദിയായത്. മസ്കറ്റിൽ ഇന്ത്യൻ സമയം 11-ന് നടന്ന ചർച്ചയ്ക്ക് മുൻപ് തന്നെ നേതാക്കളുടെ ശരീരഭാഷ നല്ലതായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇറാനെ ഭീഷണിപ്പെടുത്തുന്നത് അമേരിക്ക ഇനിയും അവസാനിപ്പിച്ചിട്ടുമില്ല. യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിലെ തർക്കം മാത്രമാണ് അജണ്ടയെന്ന് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗം ഉൾപ്പെടെ മറ്റ് വിഷയങ്ങളും ചർച്ചയിൽ ഉയരുമെന്ന് അമേരിക്കയും പറഞ്ഞിരുന്നു. ചർച്ചയ്ക്ക് മുൻപ് തന്നെ അങ്ങനെ ചർച്ചാ വിഷയങ്ങളിൽ തർക്കം ഉടലെടുത്തു. പരസ്പര ബഹുമാനത്തോടെയുള്ള ഒരു ചർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചി പറഞ്ഞതാണ്. മേഖലയുടെ സമാധാനത്തിനായാണ് ചർച്ചയ്ക്ക് സന്നദ്ധമായത്. സമാധാനമാണ് ഇറാൻ എപ്പോഴും കാക്ഷിക്കുന്നത്. പക്ഷേ ആക്രമണത്തിന്റെ ഭീഷണിയാണ് നേരിടേണ്ടി വരുന്നത് എങ്കിൽ ഇറാനിലെ ആയുധങ്ങൾ അതിനായി തയ്യാറാണ് എന്നും അരാക്ചി പറഞ്ഞിരുന്നു. ചർച്ചയിൽ അമേരിക്കൻ അനുകൂല തീരുമാനമല്ല വരുന്നത് എങ്കിൽ ആക്രമിക്കുമെന്ന് ട്രംപും ഭീഷണി മുഴക്കിയതാണ്. ചർച്ച പൊളിഞ്ഞാൽ ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ദുഃഖിക്കേണ്ടി വരുമെന്നുകൂടി ട്രംപ് മുന്നറിയിപ്പ് നൽകിയതാണ്. ആണവ പദ്ധതി മൊത്തമായി നിർത്തിവെക്കണം എന്നതായിരുന്നു അമേരിക്കയുടെ ആവശ്യം. എന്നാൽ ഉപരോധം നീക്കിയാൽ മാത്രമേ അത്തരമൊരു ചിന്തയ്ക്ക് ഭാഗികമായെങ്കിലും തങ്ങൾ തയ്യാറാവൂ എന്നതായിരുന്നു ഇറാന്റെ നിലപാട്. യുദ്ധം ആസന്നമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് അമേരിക്കൻ പൗരന്മാർക്ക് US നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിന്നും തിരിച്ചുവരാൻ പൗരന്മാർക്ക് അമേരിക്ക നേരത്തെ തന്നെ നിർദ്ദേശം നൽകി. അമേരിക്കൻ ആഭ്യന്തര മന്ത്രാലയമാണ് പൗരന്മാർക്ക് അടിയന്തരമായി ഒരു നിർദ്ദേശം നൽകിയത്. മടക്കയാത്രയ്ക്കായി US സർക്കാരിനെ ആശ്രയിച്ച് നിൽക്കരുത് എന്നും നിർദ്ദേശമുണ്ട്. ആവശ്യത്തിന് ഭക്ഷണം, വെള്ളം, മരുന്നുകൾ എന്നിവയെല്ലാം കരുതണമെന്നും പൗരന്മാർ പൂർണ്ണ ജാഗ്രതയോടെ ഇരിക്കാനും US നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാർത്തകൾക്കായി പ്രാദേശിക മാധ്യമങ്ങളെ ആശ്രയിക്കണമെന്നും ഫോണുകൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കാനും നിരന്തരം ബന്ധുക്കളുമായി സംസാരിക്കാനും മന്ത്രാലയം നിർദ്ദേശിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്ക് മുൻപ് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചി ഒമാനിലെ മന്ത്രി ബാദർ അൽ ബുസൈദിയെ കണ്ടിരുന്നു. ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കാനാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് അബ്ബാസ് അരാക്ചി പറഞ്ഞു. അതേസമയം അമേരിക്ക ആക്രമണത്തിനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇറാന്റെ ആയുധങ്ങൾ അതിനെതിരെ പോരാടാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നും അരാക്ചി ഒമാൻ മന്ത്രിയോട് പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. പ്രദേശത്തിന്റെ സമാധാനത്തിന് കോട്ടം തട്ടുന്ന ഏതൊരു പ്രവൃത്തിയും ഉണ്ടാകരുത് എന്ന് ഇറാനോടും അമേരിക്കയോടും ഒമാനിലെ മന്ത്രി ബാദർ അൽ ബുസൈദി ആവശ്യപ്പെട്ടു. എന്നാൽ യുദ്ധം എന്നത് യാഥാർത്ഥ്യമാണ് എന്ന തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ. ഈ പശ്ചാത്തലത്തിൽ ഇറാൻ മേഖലയിലേക്ക് കൂടുതൽ ആയുധങ്ങളും വിമാനങ്ങളും എത്തിക്കുകയാണ് അമേരിക്ക. കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവ നിലയങ്ങളിൽ ബോംബാക്രമണം നടത്തിയ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന് വിളിച്ച സൈനിക നടപടിക്ക് മുന്നോടിയായും യുദ്ധക്കപ്പലുകൾ ഇറാന്റെ മേഖലയിൽ എത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അതിലും കൂടുതലാണ് സന്നാഹങ്ങൾ. യുദ്ധക്കപ്പലുകളുടെ ഫോർമേഷനായ അർമാഡ, USS എബ്രഹാം ലിങ്കൺ തുടങ്ങി ഇറാനെ എല്ലാ രീതിയിലും ആക്രമിക്കാനുള്ള ആയുധങ്ങളും മറ്റും എത്തിച്ചിരിക്കുകയാണ് അമേരിക്ക. 70 യുദ്ധവിമാനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് USS എബ്രഹാം ലിങ്കൺ. ഇവയ്ക്ക് പുറമെ ചാരവൃത്തി ഉദ്ദേശിച്ചുള്ള വിമാനങ്ങളും യുദ്ധസമയത്ത് ആശയവിനിമയം ഉറപ്പാക്കുന്ന 3 E-11A വിമാനങ്ങളും രംഗത്തുണ്ട്. ഇവ സൗദി അറേബ്യയിലെ അൽ ഖർജ് എയർബേസിൽ നിന്നാണ് ഇറാൻ മേഖലയിലേക്ക് പറക്കുന്നത്. ജോർദാനിലെ മുവാഫാഖ് സൾട്ടി എയർബേസ് ആകും അമേരിക്കൻ ആക്രമണ സമയത്തെ കമാൻഡ് സെന്റർ എന്നും റിപ്പോർട്ടുകളുണ്ട്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിന്റെ സമയത്തും ഇങ്ങനെയായിരുന്നു ക്രമീകരണം. ഇത്തരത്തിൽ വിമാനങ്ങളുടെയും യുദ്ധക്കപ്പലുകളുടെയും നീക്കം യുദ്ധം ആസന്നമാണ് എന്ന് തോന്നിക്കുന്നു എന്ന് വിദേശകാര്യ വിദഗ്ധരും പറയുന്നു. കാരണം ഇത്രയും യുദ്ധസന്നാഹം ഉറപ്പിക്കുന്നതിന് കോടിക്കണക്കിന് ഡോളർ ചിലവാകും. ഒരു രാജ്യത്തെ വിരട്ടി വരുതിയിലാക്കാൻ മാത്രം ഇത്രയും പണം അമേരിക്കൻ ചെലവാക്കുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് യുദ്ധം ഒഴിവാകാനുള്ള സാധ്യതയുണ്ട് എന്നും ചിലർ ആശ്വസിക്കുന്നു. അതേസമയം ഇറാന്റെ ഡ്രോണുകൾ, പ്രത്യേകിച്ചും ഷാഹിദ് ബഗേറി എന്ന ഡ്രോൺ ശൃംഖല USS എബ്രഹാം ലിങ്കണിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഇതിൽ ഒന്നിനെയാണ് കഴിഞ്ഞയാഴ്ച അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ടത്. അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടുള്ള USS കാൾ വിൻസൺ, USS നിമിറ്റ്സ് എന്നീ യുദ്ധക്കപ്പലുകളും ഇറാന്റെ നിരീക്ഷണത്തിലാണ്. ഇറാനിൽ അമേരിക്കയ്ക്ക് ഒരു എംബസി പോലും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല. അത്രയും രൂക്ഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധം. കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനം മുതൽ ഇറാനും അമേരിക്കയും തമ്മിൽ ആക്രമണ ഭീതിയുണ്ട്. പല ഘട്ടങ്ങളിലുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പിന്നാലെയാണ് യുദ്ധഭീതി അകലുന്നുവെന്നും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ അത് വീണ്ടും പ്രതീക്ഷയായി അവസാനിക്കുകയാണോ എന്ന ആശങ്കയാണ് ഉയരുന്നത്.